ഭീഷ്മ സാഹിനി എഴുതിയ ദോ ഗൊരയ്യ എന്ന കഥയാണ്. അത് ഇച്ചിരി വലിയ കഥയാണ്. അപ്പോൾ നമ്മളിത് തനിക്ക് വീട്ടിലിരുന്ന് വായിക്കാൻ ഒരു പ്രേരണ ഉണ്ടാകത്തക്ക തരത്തിൽ അല്ലെങ്കിൽ സഹായകമാകത്തക്ക തരത്തിലാണ് ഇത് വായിക്കുന്നത്. ഇപ്പോൾ ശബ്ദം വളരെ ക്ലിയർ ആകത്തില്ലായിരിക്കും തോന്നുന്നു, എന്നാലും ഇച്ചിരി ഉണ്ടോറൊക്കെ വായിക്കാം. ദോ ഗൊരയ്യ. ഗൊരയ്യ എന്ന് പറഞ്ഞാൽ ചെറിയ കിളികളാണ്. നമ്മൾ കരിയില കിളികളെന്നോ ഒക്കെ പറയുന്ന കുരുവികൾ, ആ ടൈപ്പ് സാധനങ്ങളാണ്. घर में हम 3 ही व्यक्ति रहते हैं, മാ, പിതാജി ഔർ മേ. വീട്ടിൽ ഞങ്ങൾ 3 പേരാണ് താമസിക്കുന്നത്. മാ, പിതാജി ഓർ മേ. അമ്മ, അച്ഛൻ, പിന്നെ ഞാനും. पर पिताजी कहते हैं कि यह घर सराय बना हुआ है, हम तो जैसे यहाँ मेहमान है, घर के मालिक तो कोई दूसरे ही है. ഇത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞതാണ്. ഇതൊരു വാടക വീട് പോലെയാണ്. ഇതിൻ്റെ ഉടമസ്ഥർ വാസ്തവത്തിൽ വേറെ ആൾക്കാരാണ്. മെഹമാൻ എന്ന് പറഞ്ഞാൽ ഗസ്റ്റാണ്, അതിഥി, മെഹമാൻ. घर के മാലിക് ഓണർ, മുതലാളി. തോ കോയി ദൂസരേ ഹി ഹെ, വേറെ ആരോ ആണ്, മറ്റൊരാളാണ് വീടിൻ്റെ ഉടമസ്ഥൻ എന്ന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ഏതോ ഒരു പാഠത്തിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് പുതിയ താമസക്കാരെത്തുന്നൊരു പാഠമുണ്ട്. ഇയാൾ വന്ന് പുതിയ വീട് പണിത് അവിടെ താമസമായപ്പോഴത്തേക്കും അയാൾ എത്തുന്നതിന് മുമ്പേ അവിടെ താമസക്കാരെത്തി. ഉറുമ്പുകളും പല്ലിയും എട്ടുകാലിയും ഒക്കെ അവിടെ എത്തി. ഇനിയും ആൾക്കാരെ അവർ വെയിറ്റ് ചെയ്യുകയാണ്. പാറ്റ വരാനുണ്ട്. കാരണം നമ്മൾ വീട് പുത്തൻ വീട് വെച്ചാലും അതിൻ്റെ അവകാശികൾ നമ്മളല്ല, ഇങ്ങനെ കുറേ ആൾക്കാരാണ്. എന്നിട്ട് നമ്മൾ ഈ പല രാജ്യങ്ങളിലേക്കും കടന്നു കയറി, പണ്ട് അങ്ങനെയായിരുന്നു. ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെയുള്ള ആദിമ വംശക്കാരെ അതിന് ഇപ്പോഴും കാണാം. അവിടെ സ്പെയിൻകാർ ചെന്നിട്ട് അമേരിക്കയിലെ എന്താ പറയുക, ഒരു ക്ഷേത്രം ഉണ്ട്. ക്ഷേത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന ആരാധനാലയം എന്നാണ്, അല്ലാണ്ട് ഹിന്ദു ദൈവങ്ങളുടെ ക്ഷേത്രം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ നമ്മൾ ചരിത്രത്തിൽ ക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാം ആരാധനാലയം എന്നുള്ള അർത്ഥം മാത്രം എടുത്താൽ മതി. അത് സ്വർണം കൊണ്ടാണ്. അവരുടെ രാജാവ്, ആ രാജാവിൻ്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സഞ്ചാരം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോയിലാണത് കണ്ടത്. സ്വർണ്ണപ്പാളികൾ കൊണ്ട്, സ്വർണം കൊണ്ടുള്ള കഴുക്കോലുകളൊക്കെ ആയിരുന്നു. അതെല്ലാം ഇവന്മാർ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി സ്പെയിൻകാർ. എന്നിട്ട് ഇപ്പോൾ അവരതിനെ വീണ്ടും മതം മാറ്റി. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, മതം മാറ്റുക. അധിനിവേശം എന്നാണ് നമ്മൾ പറയുന്നത്. അവരുടെ ഭരണം ഉറപ്പിക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ മതത്തിൻ്റെ ഏതെങ്കിലും വലിയ കേന്ദ്രത്തിലുള്ള രാജാവിൻ്റെ കീഴിലാക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ തന്നെയുള്ള കുറച്ച് ഒരു ഗുണ്ടാ സംഘം ഉണ്ടാകും. ആ ഗുണ്ടാ സംഘത്തിന് അവരെല്ലാവരും 10-60 വയസ്സാകുമ്പോഴേ അവരുടെ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം കുറഞ്ഞു വരും. എന്നാലും ഇവർക്ക് ഒരു പൂതിയാണ് എല്ലാം പിടിച്ചടക്കണം, എല്ലാം നമ്മളെ ആക്കണം എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ അബോർജിൻസിനെ, അവിടെ ആദിമ ജനതയെ മുഴുവൻ നശിപ്പിച്ചിട്ടാണ് ഇവർ അവിടെ അധികാരം സ്ഥാപിച്ചത്. ഇതുപോലെയാണ് എല്ലാ കോളനികളിലും. അങ്ങനെയാണ് ഈ G7 ആണെന്ന് തോന്നുന്നു, ഈ വൻകിട രാജ്യങ്ങളെല്ലാം ഇതുപോലെ കോളനികളിൽ നിന്നും സമ്പത്ത് കൊള്ളയടിച്ച് ഇവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കോഹിനൂർ രത്നം വരെ, നിലമ്പൂർ കാടുകളിലെ തേക്കുകൾ വരെ കൊണ്ടുപോയത് ബ്രിട്ടീഷുകാരാണ്. അവരാണ് ഇവിടെ റെയിൽവേ ലൈൻ ആദ്യം ഉണ്ടാക്കിയതെന്നൊക്കെ പറയാം. അവർ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയത് ഈ തേക്ക് കടത്തി കൊണ്ടുപോകാനാണ്, അല്ലാണ്ട് ഇവിടുത്തെ നാട്ടുകാരെ സഹായിക്കാനില്ല. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് റെയിൽവേ ലൈൻ ഇട്ടാൽ പോരെ. അങ്ങനെയല്ലല്ലോ അവർ ചെയ്തത്. അവർ നിലമ്പൂരിൽ നിന്ന് ഈ തേക്ക് കടത്തി ബേപ്പൂർ കൊണ്ടുവന്ന് അവിടെ നിന്ന് കപ്പൽ മാർഗം ലണ്ടനിൽ കൊണ്ടുപോകാനായിട്ടായിരുന്നു. എന്നിട്ടാണ് ഈ ബക്കിംഗ്ഹാം കൊട്ടാരം ഉണ്ടാക്കിയത് മുഴുവൻ നമ്മുടെ നിലമ്പൂരിലെ തേക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അത് ഞാൻ വെറുതെ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഈ കൊള്ളക്കാരാണ് പിന്നീട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായിട്ട്
അറിയപ്പെടുന്നത്. അവർ സാമ്പത്തിക ശക്തികളായത് കട്ടുമൂട്ടിച്ചും മറ്റുള്ളവരെ അടിമകളാക്കിയും ഒക്കെയാണ്. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നീഗ്രോകളെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോയത് ബ്രിട്ടീഷുകാരും അതുപോലത്തെ ആ കോളനിക്കാരും ഒക്കെയാണ്. അവരെല്ലാം ദയയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രവാചകരുമായിരുന്നു. ആംഗൻ മേം ആംകാ പേട് ഹെ, ആ പടത്തിലും കൊടുത്തിട്ടുണ്ട്. ആംഗൻ എന്താണ്? കോർട്ട്യാർഡ്, മുറ്റം. മുറ്റത്ത് ആംകാ പേട് ഹെ. പറയൂ, ആം എന്താണ്? മാവ്. തരഹ് തരഹ് കെ പക്ഷി ഉസ് പർ ഡേര ഡാലെ രഹത്തെ ഹെ. ഡേര ഡാല എന്ന് പറഞ്ഞാൽ കൂടാരം അടിക്കുന്നതാണ്. അവർ രാത്രി വന്നവരെല്ലാവരും ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്, വസിക്കുന്നുണ്ടെന്ന് അർത്ഥം. जो भी पक्षी पहाड़ियों घाटियों पर से उड़ता हुआ दिल्ली पहुंचता है, पिताजी कहते हैं यही सीधा हमारे घर पहुंच जाता है. ഈ ഹിമാലയത്തിൽ നിന്നും അങ്ങനെ വിദൂര ദേശങ്ങളിൽ നിന്നൊക്കെ ദില്ലിയിലേക്ക് വരുന്ന, ഇത് ദില്ലിയിലാണ് ഈ സംഭവം നടക്കുന്നത്, ദില്ലിയിലേക്ക് വരുന്ന പക്ഷികളെല്ലാം ആദ്യം വരുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് എന്ന് അച്ഛൻ പറയാറുണ്ട്. ജയ്സെ ഹമാരെ ഘർ കാ പത ലിഖ്വാക്കർ ലായാഹോ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് കാണേണ്ട ആളിൻ്റെ അഡ്രസ്സൊക്കെ എഴുതിക്കൊണ്ട് പോകുമല്ലോ പണ്ട്. ഇപ്പം നമ്മളങ്ങനെയല്ല, ലൊക്കേഷൻ ഗൂഗിളിൽ അയച്ചു കൊടുക്കും. അപ്പം നോർമൽ കണ്ടീഷനാണെങ്കിൽ ആ ചേച്ചി നമ്മളെ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ ഗൂഗിൾ എർത്തിൽ ഇവരെവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ, ഇപ്പം കഴക്കൂട്ടത്ത് നിന്ന് നിൽക്കുന്നു, നമ്മുടെ വീട്ടിലേക്ക് വരണം, ആ ഗൂഗിൾ എർത്തിലാണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കംപ്ലീറ്റ് ആയിട്ട് 3D തന്നെ ആക്ച്വൽ വഴി തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ആര്യാസ് ഹോട്ടലിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം, ഇങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഗൂഗിൾ എർത്തിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ജയ്സെ ഹമാരെ ഘർ കാ പത ലിഖ്വാക്കർ, ലിഖ്ന എഴുതുകയാണ്, ലിഖ്വാൻ എഴുതി കൊടുത്തതുപോലെ, വേറെ ആരോ ചെയ്തത് കൊടുത്തതുപോലെ. ഹമാരെ ഘർ കാ പത, ദാറ്റ് ഈസ് ഇറ്റ്. എന്താണ് പത? പത എന്ന് പറഞ്ഞാൽ അഡ്രസ്, മേൽവിലാസം. लिखवाकर लाया हो, यहाँ कभी तोते पहुँच जाते हैं, तोता पैरट, तो कभी कौवे और कभी तरह तरह की गोरियाँ. ചിലപ്പോൾ കാക്ക വരും, ചിലപ്പോൾ തത്ത വരും, ചിലപ്പോൾ പലതരത്തിലുള്ള പക്ഷികൾ. തരഹ് തരഹ് കി ഗോരിയാം, കുരുവികൾ എന്നാണ് നമുക്കതിനെ ചുരുക്കി പറയാവുന്നത്. പലതരത്തിലുള്ള ഗോരിയ എന്ന് പറയുന്നത് തന്നെ ഒരു കുരുവിയുടെ ഒരു സാമ്യമുണ്ട്. പലതരത്തിലുള്ള കുരുവികൾ വരാറുണ്ട്. ഓ ഷോർ മച്ചാത്താ ഹേ, രാവിലെ ആണെങ്കിലും സന്ധ്യയ്ക്കാണെങ്കിലും ഈ പക്ഷികളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ബെല്ലടിച്ച് ടീച്ചർ ക്ലാസ്സിൽ വരുന്നവരെ ചിലവരാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓ ഷോർ മച്ചാത്താ ഹേ, ബഹളം ഉണ്ടാക്കുക, ഒച്ച ഉണ്ടാക്കുക. ഈ കാനോം കെ പർദെ ഫട്ട് ജായേ, കാനോം കെ പർദെ, ഇയർ ഡ്രം, ചെവി പൊട്ടി പോകുന്നത് പോലെ. പർദ കർട്ടനാണ്, സ്ക്രീൻ. യാ ലോഗ് കഹത്തെ ഹേ ഈ പക്ഷി ഗാ രഹേ ഹേ, എന്നാൽ ആൾക്കാർ പറയുന്നത് പക്ഷികൾ പാടുകയാണ്, കിളി പാടുന്നു, കിളിമകൾ പാടുന്നു, കിളിപ്പാട്ട്. घर के अंदर भी यही हाल है, बीसियों तो चूहे बसते हैं, रात भर एक कमरे से दूसरे कमरे में भागते फिरते हैं, वो थमा चौकड़ी मचती है कि हम लोग ठीक तरह से सो भी नहीं पाते. ചൂഹ ഉണ്ട് വീട്ടിനകത്ത്. ചൂഹ എന്താ? ചൂഹ കോക്രോച്ച് അല്ല, എലി. ചൂഹ, എലി, മൗസ്. അവർ രാത്രിയാണ് ഇറങ്ങി ഓടുന്നത്. പകലൊന്നും എലികളൊക്കെ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നോളും. രാത്രി ഓടും, പാത്രം തട്ടിയിടും. അതിൻ്റെ ബഹളം കാരണം ഒന്ന് ഉറങ്ങാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഹം ലോഗ് ठीक तरह से सो भी नहीं पाते, ബർത്തൻ ഗിർത്തെ ഹേ. ബർത്തൻ പറയൂ, ബർത്തൻ പാത്രം. പാത്ര എന്നുള്ള വാക്കിൽ നിന്നാണ് ബർത്തൻ എന്നുള്ള ഒരു ഹിന്ദി വാക്കുണ്ടാകുന്നത്. പാത്രത്തിൽ നിന്നല്ല, പാത്ര, കഥാപാത്രം എന്ന് പറയും. ഈ പാത്രം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു സംഭവം എന്നുള്ള അർത്ഥമേ ഉള്ളൂ കേട്ടോ. ഗിർന, ഗിർന, ബർത്തൻ ഗിർത്തെ ഹേ, പാത്രം വീഴുന്നു. ഗിർന വീഴുക. ഡിബ്ബെ ഖുൽത്തെ ഹേ, ഡിബ്ബ ബോക്സ്.
ഈ ടിന്നൊക്കെ ടിൻ അത് ഖുൽത്തേ ഹെ ഖുൽന തുറക്കുക. പ്യാലെ ടൂട്ടേ ഹെ കപ്പുകൾ പ്യാല കപ്പ് ടൂട്ടന പൊട്ടുക. एक चूहा अंगूठी के पीछे बैठना पसंद करता है. अंगीठी के पीछे बैठना पसंद करता है. एक चूहा शायद बूढ़ा है, उसे सर्दी बहुत लगती है. ഈ ഫയർ പ്ലേസ് ഉണ്ട്, തീ കായുന്ന അതിൻ്റെ അടുത്തിരിക്കാനാണ് ഒരു ചൂഹയ്ക്ക് ഇഷ്ടം. കാരണം അതിന് വയസ്സായി തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. പസന്ത് കർണ ഇഷ്ടപ്പെടുക. ഷായദ് പെർഹാപ്സ് എന്നാണ് ഒരു പക്ഷേ. ഷായദ് बूढ़ा है, उसे सर्दी बहुत लगती है. एक दूसरा है जिसे बाथरूम की टंकी पर चढ़कर बैठना पसंद है. ബാത്റൂമിലെ ടാങ്കിൻ്റെ മുകളിൽ കയറി ഇരിക്കാനാണ് ഒരു ചൂഹയ്ക്ക് ഇഷ്ടം. ഉസേ ഷായദ് ഗർമി ബഹുത് ലഗ്തി ഹെ. ചിലപ്പോൾ ഭയങ്കര ഗർമി. സർദി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ഗർമി. സർദി തണുപ്പ്, ഗർമി ചൂട്. बिल्ली हमारे घर में रहती तो नहीं, मगर घर उसे भी पसंद है. बिल्ली ആരാ? ക്യാറ്റ്. ബില്ലി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നില്ല ഇപ്പം, പക്ഷെ അതിന് ഞങ്ങളുടെ വീട് ഇഷ്ടമാണ്. രത്തി തോ നഹീം, വീട്ടിൽ താമസിക്കുന്നില്ല, എന്നാലും നമ്മുടെ വീട് അതിന് ഇഷ്ടമാണ്. ഞാൻ ഇത്രയും വലുതാക്കി ഫോട്ടോസ്റ്റാറ്റ് എടുത്തത് മറ്റേത് വായിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. മഗർ എന്ന് പറഞ്ഞെന്നറിയോ? മഗർ എന്ന് പറഞ്ഞാൽ ബട്ട് എന്നുള്ള അർത്ഥമാണ്. അവരിവിടെ താമസിക്കുന്നില്ല, ബട്ട് അയാൾക്ക് ഈ വീട് ഇഷ്ടമാണ്. മഗർ എന്നുള്ളതിന് നമ്മൾ വേറെ 4-5 വാക്കുകളും കൂടി ഉപയോഗിക്കാറുണ്ട്. പർ, പരന്തു, കിന്തു, മഗർ, ലേക്കിൻ. പർ, പരന്തു, കിന്തു, മഗർ, ലേക്കിൻ. ഈ 5 വാക്കുകളും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പർ, പരന്തു, കിന്തു, മഗർ, ലേക്കിൻ. അപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചോണം. ഒരു പാരഗ്രാഫിൽ കിന്തു 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 തന്നെ കുറേ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഒരിടത്ത് പർ ഉപയോഗിക്കാം, 5 സ്ഥലത്ത് 5 തരത്തിൽ ഉപയോഗിക്കാമല്ല. ഉസേ ഷായദ് ഗർമി. അത് കഴിഞ്ഞു. ബില്ലി ഹമാരെ ഘർ മേ രഹത്തി തോ നഹീ, മഗർ ഘർ ഉസേ ഭി പസന്ത് ഹെ. और वो कभी कभी छांग जाती है. വന്ന് എത്തി നോക്കിയിട്ട് പോകും. കാണാമല്ലോ, നമ്മുടെ ഈ മതിലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും. പൂച്ച നടക്കുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? പൂച്ച 4 കാലിലാണ് നടക്കുന്നത്. അതെനിക്കറിയാമല്ലോ. 4 കാലിൽ നടക്കുമ്പം ഈ നമ്മുടെ മറ്റേ ഇതിന് വീതി കുറവല്ലേ. വലിയ പൂച്ചയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കും. പൂച്ച ഒരു കാല് വെച്ചിട്ട് അടുത്ത കാല് അതിൻ്റെ തൊട്ട് മുകളിലാണ് വയ്ക്കുന്നത്. അതാണ് പൂച്ചയുടെ നടപ്പിൻ്റെ പ്രത്യേകത. ഇതാണ്. ഈ റാമ്പിൽ മോഡൽസ് നടക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിനെ കാറ്റ് വാക്ക് എന്ന് പറയുന്നത്. ഒരു കാല് വെച്ചാൽ അതിൻ്റെ മുകളിൽ തന്നെ അടുത്ത കാലും വയ്ക്കണം, സ്ട്രെയിറ്റ് ലൈനായിട്ട്. അതുകൊണ്ട് ആ സ്റ്റെപ്പ് നോക്കണം കാറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അപ്പോഴേ നമുക്ക് ഈ കാറ്റ് വാക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. മൻ ആയാത്തോ അന്തർ ആക്കാർ ദൂത് പീ ഗയി. വന്ന് എത്തി നോക്കും, കയറണം തോന്നിയാൽ വന്ന് കയറിയിട്ട് പാലും കുടിച്ചിട്ട് പോയിക്കോളും. ന മൻ ആയാത്തോ ബാഹർ സേ ഹി ബിർ ആവൂങ്കി കേക്കർ ചരി ജാത്തി ഹെ. പാല് കുടിക്കാൻ തോന്നിയില്ലെങ്കിൽ പുറത്ത് നിന്ന് തന്നെ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് മ്യാവോ മ്യാവോ പറഞ്ഞിട്ട് അതങ്ങ് പോകും. ഇത് കഥയായതുകൊണ്ടാണ് ഇങ്ങനെ വളരെ രസകരമായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ രസകരമായി പറഞ്ഞു പോകുന്നതിനെയാണ് കഥ എന്ന് നമ്മൾ പറയുന്നത്. कहकर चली जाती है. शाम पड़ते ही 2-3 चमगादड़ कमरों के आर पार पर फैलाए कसरत करते लगते हैं. घर में कबूतर भी है. दिन भर गुड़गू गुटरगू का संगीत सुनाई देता रहता है. इतने पर ही बस नहीं, घर में चिपकलियाँ भी है. ചിപ്കലി എന്ന് പറഞ്ഞാൽ ചിപ്പിനാന്നെ ഒട്ടുക. അതാണ് ഭിത്തിയിലൊട്ടിയിരിക്കുന്ന സാധനം, പല്ലി, ചിപ്കലി.
और बर्रें भी है और चींटियां की तो जैसे फौज ही छावनी डाले हुए है. ചെറിയ ഹോളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ ഉറുമ്പുകളുടെ ചാവിന് പറഞ്ഞാൽ ഉറുമ്പുകൾ പാളയം ഒരുക്കിയിട്ടുണ്ടാവും. अब एक दिन दो गैया सीधी अंदर घुस आई और बिना पूछे उड़ उड़कर मकान देखने लगी. ഒരു ദിവസം 2 കുരുവികൾ വന്നു, ആരോടൊന്നും ചോദിക്കാണ്ട് അകത്ത് കയറി എല്ലാ സ്ഥലത്തുമൊക്കെ പറന്നു നോക്കി. ഉടുന പറക്കുക, മക്കാൻ ബിൽഡിംഗ്, മാലിക് മുതലാളി, ओनर. पिताजी कहने लगे कि मकान का निरीक्षण कर रहा है कि उनके रहने योग्य है या नहीं. कभी वे किसी रोशनदान पर जा बैठती तो कभी खिड़की पर. അത് അവിടെയുള്ള വിളക്കുകളിലോ അല്ലെങ്കിൽ ജനലിലോ ഒക്കെ പോയി ഇരിക്കും ഇടയ്ക്കിടയ്ക്ക്. फिर जैसे आई थी वैसे ही उड़ भी गई. എന്നിട്ട് വന്ന പോലെ തന്നെ അത് പറന്നങ്ങ് പോകും. पर 2 दिन बाद हमने क्या देखा कि बैठक की छत में लगे पंखी के गोले में उन्होंने अपना बिछावन बिछा लिया है. बिछावन എന്ന് പറഞ്ഞാൽ വിരിപ്പാണ്. അപ്പോൾ ഒരു ദിവസം എന്താ കണ്ടത്, നമ്മുടെ സിറ്റൗട്ടിലെ ഫാനിൻ്റെ മുകളിൽ ആ ഗോളം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇവർ തങ്ങളുടെ വീടുണ്ടാക്കിയിരിക്കുന്നു. ഓർ സാമാൻ ഭി ലേ ആയി ഹേ. അവിടെ വിരിപ്പ് വെച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിൽ അവരുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓർ മജേസെ ദോനോ ബൈഠി ഗാനാഗാരി ഹി ഹേ. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് പാട്ടും പാടുന്നു, സംസാരിക്കുന്നു. ജാഹിർ ഹേ ഉൻഹേ ഘർ പസന്ദ് ആ ഗയാ ഥാ. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അവർക്ക് ഈ വീട് ഇഷ്ടമായി. മാ ഓർ പിതാജി ദോനോ സോഫെ ഫർ ബൈഠേ ഉൻകി ഓർ ദേഖേ ജാ രഹേ ഥേ. അമ്മയും അച്ഛനും സോഫയിൽ ഇരുന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കും. थोड़ी देर बाद माँ सिर हिलाकर बोली. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ തല അനക്കിക്കൊണ്ടത് അമ്മമാരുടെ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ തല അനക്കാറില്ല, ഇങ്ങനെ കാണിക്കാറില്ല. അവർ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അനക്കിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ജിമിക്ക് കിടന്ന് ഇങ്ങനെ ടിങ് 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 എന്ന് അടിക്കും. ഇത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്, अब तो ये नहीं उड़ेंगी, पहले इन्हें उड़ा देते तो उड़ जाती. अब तो इन्होंने यहाँ घोंसला बना लिया है. ഇനി ഇവരിവിടെ ഒന്നും പോകില്ല. പണ്ടൊക്കെ നമ്മൾ ഓടി പോകുമായിരുന്നു, ഇപ്പോൾ ഇവിടെ കൂട് കൂട്ടി, അതുകൊണ്ട് ഇനി ഇവരിവിടെ ഒന്നും പോകില്ല. ഘോസല എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കൂടിനെയാണ് ഘോസല എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് എന്ത് പറയും, പക്ഷിക്കൂടിന് ഇംഗ്ലീഷിൽ എന്ത് പറയും, നെസ്റ്റ് എന്ന് പറയും. കേജ് എന്ന് പറഞ്ഞാൽ കടുവയൊക്കെ പിടിച്ചിടുന്ന കൂടിനാണ് കേജ് എന്ന് പറയുന്നത്. കേജ് എന്ന് പറയും ലവ് ബേഡ്സിനൊക്കെ ഇടുന്ന. ഇത് പക്ഷികൾ തന്നെ ഉണ്ടാക്കുന്ന കമ്പി ചുള്ളിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതിനാണ് നെസ്റ്റ്. ഇസ് പർ പിതാജി കോ ഗുസ്സ ആ ഗയാ. അത് പറഞ്ഞപ്പോൾ അച്ഛന് ദേഷ്യം വന്നു. ഗുസ്സ, ആംഗ്രി, ക്രോധ്, നാരാസ്, ദേഷ്യം. वो उठ खड़े हुए और बोले, देखता हूँ ये कैसे यहाँ रहती है. गोरिया मेरे आगे क्या चीज़ है, मैं सब अभी निकल बाहर करता हूँ. ആ അങ്ങനെ പോകില്ലേ, എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത്, കുരുവിയൊക്കെ എന്ത് നിസ്സാരം, ഞാനിപ്പോൾ അതിനെ പുറത്തേക്ക് ഓടിച്ച് കളയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. छोड़ो जी, चूहे को तो निकाल नहीं पाए, अब चिड़ियों को निकालेंगे, മാനെ വെങ്കി സേ കഹാ. എലികളെ ഓടിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടാണ് ഈ പറന്ന് കിടക്കുന്ന പക്ഷികളെ ഓടിക്കാൻ പോകുന്നത്. കളിയാക്കി. വെങ്കി കർണ എന്ന് പറഞ്ഞാൽ കളിയാക്കുക. കളിയാക്കുന്നത് വെറുതെ നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി കളിയാക്കാം, ചുമ്മാ തമാശയ്ക്കും കളിയാക്കാം. വാസ്തവത്തിൽ കളിയാക്കൽ കൊച്ചാക്കാൻ വേണ്ടി അല്ലായിരുന്നു, തമാശ പറയുന്നതായിരുന്നു. പിന്നീട് അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ഷേപഹാസ്യമായിട്ട് മാറി. മാ കോയി ബാത് വ്യംഗ്യമേ കഹേ തോ
പിതാജി ഉബൽ പടുത്തേ ഉബൽ പടുന്ന ദേഷ്യം കൊണ്ട് തിളയ്ക്കുക. ഉബൽ എന്ന് പറഞ്ഞാൽ തിളയ്ക്കലാണ്. മറ്റേ വാപ്പച്ചിയുടെ മൂട്ടിൽ സ്റ്റൗ കത്തിച്ച് വെച്ച് തിളപ്പിക്കുന്നതല്ല, ദേഷ്യം കൊണ്ട് ഉള്ളിൽ തിളച്ച് മറിയുന്നതിനാണ് ഉബൽന എന്ന് പറയുന്നത്. ദൂത് ഉബൽത്താ ഹെ, പാനി ഉബൽത്താ ഹെ. वो समझते हैं कि माँ उनका मजाक उड़ा रही है. അച്ഛൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്, അച്ഛൻ പരിഹസിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരും. वो भौरन उठ खड़े हुए और पंखे के नीचे जाकर जोर से ताली बजाई और मुंह से शू शू कह बाहें झुलाई. बाहें झुलाയി കൈകളിങ്ങനെ വീശി. फिर खड़े खड़े कूदने लगे, എന്നെ കൂട്ടിച്ച് ഇങ്ങനെ ചാടാൻ തുടങ്ങി. കവി ബാഹേൻ ഝുലാത്തെ കവി ഷൂ ഷൂ കർത്തെ. അങ്ങനെ നമ്മൾ ഓടിക്കത്തില്ല, കാക്കയൊക്കെ ഓടി ഹോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടിയൊക്കെ ഇപ്പം പിടിക്കുന്ന കാക്ക വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചാടുന്നത്. കാക്ക അങ്ങനെ വിചാരിക്കുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. गोरियों ने घोंसले में से सिर निकालकर नीचे की ओर हाँग कर देखा. അവർ കൂട്ടിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് തലയിട്ട് നോക്കി. और दोनों एक साथ ചീച്ചി കർണയിലേക്ക് ചിലയ്ക്കാൻ തുടങ്ങി. ചീച്ചി കർണ എന്നുള്ളതിൽ നിന്നാണ് ഈ ചീച്ചി എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് ചിലയ്ക്കുക എന്നുള്ള വാക്കുണ്ടാകുന്നത്. അതുപോലെ ഓരോ പ്രകൃതിയിലെ ശബ്ദത്തിൽ നിന്നുമാണ് ഓരോ വാക്കുകളും ഉണ്ടാകുന്നത്. ഗർജിക്കുക, ഗർ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുക. അല്ലാതെ ഗർജിക്കുക എന്നുള്ള വാക്ക് കേട്ടതിന് ശേഷം സിംഹം ഗർ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയതല്ല. സിംഹം ഗർ ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളതിനെ ഗർജിക്കുക എന്നാക്കി. കാക്കയ്ക്ക് പേരൊന്നും അങ്ങനെയാണ്, അത് കാ കാ എന്ന് ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആ കാ കാ ശബ്ദം ഉണ്ടാക്കുന്ന പക്ഷി എന്ന അർത്ഥത്തിലാണ് അതിനെ കാക്ക എന്ന് പറഞ്ഞു തുടങ്ങിയത്. അല്ലാണ്ട് കാക്കയെ കാക്ക എന്ന് വിളിച്ചത് കൊണ്ട് ഞാൻ ഇനി തൊട്ട് കാ കാ എന്നേ ശബ്ദം ഉണ്ടാക്കുകയുള്ളൂ എന്നല്ല കാക്ക നിശ്ചയിച്ചത്. മനുഷ്യനാണിത് ഓരോന്നും വാക്കുകൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതിന് കാരണം, വാക്കുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ പ്രകൃതിയും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങളും അതിൻ്റെ ഉപയോഗവും. ഈ ചെരവ ഉണ്ടല്ലോ, ഈ തേങ്ങ ചിരണ്ടാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ചെരവ എന്നുള്ള വാക്ക് വന്നത്. അതുപോലെ ഓരോന്നിനും അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഓരോന്നിനും എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയല്ല, പക്ഷെ ഭൂരിഭാഗം വാക്കുകളും ആദ്യകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. പിന്നീട് നമ്മൾ വാക്കുകൾക്ക് പേരിട്ടിട്ട് നമ്മൾ ആ വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കും. ഉദാഹരണം മൊബൈൽ അല്ലേ, അത് അതിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാക്കിയതല്ലല്ലോ, അല്ല, അത് നമ്മൾ നമ്മൾ നിർമ്മിച്ച വസ്തുക്കൾക്ക് നമ്മൾ തന്നെ പേര് കൊടുക്കുന്നുണ്ട്. ഓർ മാ ഖിൽഖിലാക്കർ ഹസനയിലേക്ക്. അപ്പം ഇത് കണ്ടപ്പോൾ അമ്മ എന്ത് ചെയ്തു? പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പിതാജിക്കോ ഗുസ്സ ആകയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദേഷ്യം എന്നുള്ള വാക്കിന് ഗുസ്സ, ക്രോധ്, രോഷ്, നാരാസ് ഇതൊക്കെ ദേഷ്യം എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്നതാണ്. പിതാജിക്കോ ഗുസ്സ ആകയ. ഇസ്മേ ഹസനയ്ക്ക് ക്യാ ബാത്. ഇതിനിപ്പോൾ ഇത്ര ചിരിക്കാൻ എന്താ ഉള്ളേ? മാക്കോ ഐസെ മൗക്കോമ്പർ ഹമേശ മസാഖ് സൂച്ച്താ ഹെ. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ തമാശ. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം അമ്മ അതിനകത്തൊരു തമാശ കണ്ടുപിടിക്കും, എന്നിട്ട് അമ്മ അതിൽ ചിരിക്കും. ഏത് രംഗങ്ങളും അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. എത്ര വേദനിപ്പിക്കുന്ന രംഗമായാലും എത്ര ഭീതിയുള്ള രംഗമായാലും നമുക്ക് അതിനകത്തൊരു ചിരിക്കാനുള്ളൊരു സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കണം, അതാണ് മനുഷ്യൻ. അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടുണ്ടോ? അല്ല. ഈ അമ്മ അതിന് നല്ലൊരു ഉദാഹരണമാണ്. അമ്മ എന്താ പറഞ്ഞത്? അമ്മയെ കുറിച്ച് ഇദ്ദേഹം എന്താ പറയുന്നത്? മാക്കോ ഏസെ മൗക്കോംബർ ഹമേശ മസാഖ് സൂച്ച്താ ഹെ. സൂചന തോന്നുക, മസാഖ് തമാശ. ഹസ്കർ ബോലി ചിടിയാം ഏക് ദൂസരെ സെ പൂछ रही है कि ये आदमी कौन है और नाच क्यों रहा है. അപ്പോൾ അമ്മ പറഞ്ഞ പക്ഷി തമ്മിൽ പറയുകയാണ്, ഈ മനുഷ്യൻ ഏതാണ്, ഇയാൾ എന്തിനാണ് കിടന്ന് ഡാൻസ് കളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ത പിതാജിക്ക് ഓർ ബി ജ്യാദ ഗുസ്സ ആകയ. അത് കേട്ടപ്പം പിതാജിക്ക് പിന്നെയും ദേഷ്യം വന്നു. ഓ പേലേസെ ബി ജാദ ഊഞ്ച കൂതനയിലേക്ക്. നേരത്തെ ചാടിയതിനേക്കാൾ ജാദ കൂടുതൽ, ഊഞ്ച ഉയരത്തിൽ, കൂതന
ചാടുക, ജമ്പ്, ചാടാൻ പറയും. बोरियां घोंसले में से निकलकर दूसरे पंखे में डैने पर जा बैठी. മറ്റേ അതിൻ്റെ ലീഫിൽ പോയിരുന്നു. उन्हें पिताजी का नाचना जैसे बहुत पसंद आ रहा था. ഈ ഡാൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്. അത് കാണാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോയി നിന്ന് കാണുന്നു. മാ ബിർ ഹസനെ ലഗി ഏ നികലേങ്കെ നഹി ജി അബ് ഇൻഹോനെ അണ്ടേ ദേ ദിയേ ഹോങ്കെ. അപ്പോൾ ഇത് പോകില്ല, ചിലപ്പോൾ മുട്ടയിട്ടിട്ടുണ്ടാകും. മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മുട്ട കളഞ്ഞിട്ട് പോകില്ല. निकलेंगे कैसे नहीं पिताजी बोले और बाहर से लाठी उठा लाए. ലാഠി വടി. ഇസി ബീച്ച് അതാണ് പോലീസുകാരുടെ എല്ലാ വടിക്കാണ് ലാഠി എന്ന് പറയുന്നത്. ദണ്ഡ എന്നും പറയും. ദണ്ഡ എന്ന് പറഞ്ഞാൽ വടി എന്നർത്ഥം. അവർ പ്രത്യേക നീളത്തിൽ മുറിച്ചെടുക്കുമ്പോൾ അതിനെ ദണ്ഡ എന്ന് പറയും. इसी बीच गोरियां बिर घोंसले में जा बैठी थी. उन्होंने लाठी ऊंची उठाकर पंखे के गोले को टकोरा. അതിലിങ്ങനെ വടി കൊണ്ട് അതിലിങ്ങനെ തട്ടി. चीची करती गोरया उड़कर पर्दे के ठंडे पर जा बैठी. കർട്ടൻ റോഡുണ്ടല്ലോ, അപ്പോൾ അത് വീണ്ടും അങ്ങനെ ചിലച്ചുകൊണ്ട് കർട്ടൻ റോഡിൽ പോയിരുന്നു. इतनी तकलीफ करने की क्या ज़रूरत थी. पंगा चला देते तो ये उड़ जाती. माँ ने हंसकर कहा. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? തക്ലീഫ് കർണ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുക എന്നാണ്. ആ ഫാനങ്ങ് ഓൺ ചെയ്താൽ പോരെ. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിതാജി ലാഠി ഉടായെ പർദ്ദേക്ക് ഡണ്ടേക്ക് ഓർ ലൊക്കെ. അച്ഛൻ വടിയെടുത്തുകൊണ്ട് ആ കർട്ടൻ്റെ അടുത്തേക്ക് ചാടി. ये गोरैया उड़कर किचन के दरवाजे पर जा बैठी. दूसरी सीढ़ियाँ वाले दरवाजे पर. സ്റ്റെയർ കേസിനടുത്തുള്ള ജനലിൽ ഒരാളിരുന്നു, ഒരാൾ കിച്ചൻ്റെ അടുത്തുള്ള ജനലയിലും പോയിരുന്നു. ദർവാസ വാതൽ, സീഢി സ്റ്റെപ്പ്, കിച്ചൻ തന്നെ. അതിന് ഹിന്ദിയിൽ എന്താ പറയുക? രസോയി. രസോയിക്ക് ദർവാജെ പർ ജാ ബൈഠി. ദൂസരി സീഠിയാം വാലെ ദർവാസെ പർ. സീഠിയാം വാല പറഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ അടുത്ത്, സ്റ്റെയർ കേസിനടുത്തൊരു വലിയ ജനാല ഉണ്ടാകും, അവിടെ പോയിരുന്നു. माँ फिर हंस दी. तुम तो बड़े समझदार हो जी. सभी दरवाजे खुले हैं और तुम गोरैयों को बाहर निकाल रहे हो. एक दरवाज़ा खुला छोड़ो, बाकी दरवाजे बंद कर दो, तभी ये निकालेंगी. അപ്പം കളിയാക്കി പറയുകയാണ്, എല്ലാ വാതിലും തുറന്നിട്ടിട്ടാണ് അതിനെ ഓടിക്കുന്നത്. ഒരെണ്ണം മാത്രം തുറന്നിട്ട് ഓടിക്കുമ്പോൾ അവർ അതിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പൊയ്ക്കോളും. അപ്പോൾ നമുക്കത് അടച്ചാൽ മതിയല്ലോ. നികല്ല, പുറത്തു പോവുക. अब पिताजी ने मुझे छिड़क कर कहा, तू खड़ा क्या देख रहा है, जा दोनों दरवाजे बंद कर दे. അപ്പോൾ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക, പോയി വാതിലൊക്കെ അടയ്ക്കുക. मैंने भाग कर दोनों दरवाजे बंद कर दिए, केवल किचन वाला दरवाज़ा खुला रहा. ഞാൻ എല്ലാ വാതിലും അടച്ചു, ആ കിച്ചൻ്റെ വാതിൽ മാത്രം ബാക്കി വെച്ചു. पिताजी ने फिर लाठी उठाई और गोरैये पर हमला बोल दिया. हमला बोलना मतलब आक्रमिका, हमला आक्रमण, हमला बोल दिया. एक बार तो झूलती लाठी माँ के सिर पर लगते लगते बची. പ്രാവശ്യം ആ വീശിയ വടി അമ്മയുടെ തലയിൽ കൊണ്ടില്ല എന്ന മട്ടിൽ രക്ഷപ്പെട്ടു. കൊണ്ടില്ല, പക്ഷെ കൊണ്ടേനെ, ഇപ്പം ഞാൻ വീണേനെ എന്ന് പറയുന്നത് പോലെയാണ്. ചീച്ചി കത്തി ചിടിയാൻ കഭി ഏക് ജഗഹ് തോ കഭി ദൂസരി ജഗ ബൈഠി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരുന്നു. ആഖിർ ദോനോ കിച്ചൻ കി ഓർ ഘുസ്നെ വാലെ ദർവാജെ മേ സെ ബാഹർ നിക്കൽ ഗയി. അവസാനം ആഖിർ, അറ്റ് ലാസ്റ്റ് അവർ ആ വാതിലിൽ കൂടെ പുറത്തേക്ക് പോയി. മാ താലിയാം ബജനയിലേക്ക്. അപ്പോൾ അമ്മ കൈയടിച്ചു, അതിനെ ഓടിച്ചല്ലോ. പിതാജീനെ ലാഠി ദീവാർ കെ സാത്ത് ടിക്കാക്കർ രഖ്തി, ചാരി വെച്ചു. ടിക്കാന തൊട്ട് വയ്ക്കുക, ചാരി വെച്ചു. ഓർ
ഛാത്തി ബഹിലായെ കുർസി പർ ജാ ബൈഠെ, നെഞ്ചും വിരിച്ച് പോയി. കാരണം ഞാൻ അത് ചെയ്തല്ല. നമ്മുടെ ഏതൊക്കെ സിനിമയിൽ ഒരു ഇതൊക്കെ നടന്നു കഴിയുമ്പോൾ നായകനിങ്ങനെ നെഞ്ചും വിരിച്ച് നടന്നു വരുന്നതല്ലേ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട്. ആജ് ദർവാജെ ബന്ദ് രഖോ ഉൻഹോനെ ഹുക്കും ദിയ. ഹുക്കും ആജ്ഞ, അച്ഛൻ ആജ്ഞാപിച്ചു, ഓർഡർ ഇട്ടു, എന്താ ഇന്ന് ജനാല തുറക്കണ്ട. ഏക് ദിൻ അന്തർ നഹീം ഘുസ് പായേഗി, ഒരു ദിവസം അകത്ത് കയറാൻ പറ്റൂല. തോ ഘർ ചോടേഗി, ഒരു ദിവസം അകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ എന്ത്, അവരെ വീട് വീക്ഷിച്ച് പോയിക്കോളും. तभी पंखे के ऊपर से चींची की आवाज़ सुनाई पड़ी और माँ खिलखिलाकर हंस दी. मैंने सुर उठाकर ऊपर की ओर देखा. दोनों गरिया फिर से अपने घोंसले में मौजूद थी. അവർ പുറത്തേക്ക് പോയെന്ന് തോന്നിയെങ്കിലും ഇത് അച്ഛൻ പറഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ മുകളിൽ നിന്ന് ശബ്ദം കേട്ടു. അപ്പോൾ അമ്മയ്ക്ക് പിന്നെയും ചിരി വന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ആ രണ്ട് കുരുവികളും അതിൻ്റെ മുകളിൽ വന്ന് ഇരിപ്പുണ്ട്. दरवाजे के नीचे से आ गई है, माँ बोली. मौजूद ने प्रसन्न എന്നാണ് കേട്ടോ. मैंने दरवाजे के नीचे देखा. सचमुच दरवाजे के नीचे थोड़ी थोड़ी जगह खाली थी, जगह स्पेस. पिताजी की फिर गुस्सा आ गया. माँ मदद तो करती नहीं थी, बैठी हंसे जा रही थी. അച്ഛനെ പിന്നെയും ദേഷ്യം വന്നു. അമ്മ സഹായിക്കുന്നില്ല, ഇരുന്ന് ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഓരോന്നും കണ്ടിട്ട്. അപ്പോൾ അച്ഛനെ കളിയാക്കി പരിഹസിക്കുന്നതാണെന്ന് തോന്നി. अब तो पिताजी गुरैये पर पिल पड़े. उन्होंने दरवाजे के नीचे कपड़े ढूंढ दिए ताकि कोई छेद बचा नहीं रह जाए. അതിൻ്റെ അടിയിൽ തുണി കൊണ്ടൊന്ന് തിരികെ വെച്ചു, ഹോളൊന്നും ബാക്കി ഉണ്ടാകരുത്. और फिर लाठी छुलाते हुए, ചുലാന്ന് പറഞ്ഞാൽ വീശുക എന്നർത്ഥം, ഊഞ്ഞാലാടുക എന്നാണ് ചുലാനയുടെ അർത്ഥം. അത് ഊഞ്ഞാലാട്ടുന്നത് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശി. उन पर टूट पड़े. चिड़ियाँ चींची करती फिर बाहर निकल गई. पर थोड़ी ही देर बाद वे फिर कमरे में मौजूद थी. अब की बार वे रोशनदान में से आ गई थी, जिसका एक शीशा ടൂട്ടാ ഹുവാ था. വെന്റിലേറ്ററിനാണ് രോഷൻദാൻ എന്ന് പറഞ്ഞത്, വെളിച്ചം കയറാനായിട്ടുള്ള സാധനം. അവിടെ കൂടെയാണ് കയറി വന്നത്. എന്താ കാര്യം, അതിൻ്റെ ഒരു ചില്ല് പൊട്ടിയതായിരുന്നു. പൊട്ടുക. देखो जी, चिड़ियों को मत निकालो, मैंने अब की बार गंभीरता से कहा. अब तो इन्होंने अंडे भी दे दिए होंगे, अब ये यहाँ से नहीं जाएंगी. അത് മുട്ടയും കൊണ്ട് ഇട്ടിട്ടുണ്ടോ, അതുകൊണ്ട് അത് ഇവിടുന്ന് പോകൂല. क्या मतलब, मैं कालीन बर्बाद करवा लूँ. കാലീൻ എന്ന് പറഞ്ഞാൽ പരവതാനി, ഗലീച്ച. പരവതാനി ബർബാദ് കർണ, നശിപ്പിക്കുക. ഇവർ കാഷ്ടിച്ച് വയ്ക്കൂലേ, അത് ഞാൻ നശിപ്പിക്കണോ. പിതാജി बोले और कुर्सी पर चढ़कर रोशनदान में कपड़ा ढूस दिया और फिर लाती झुलाकर एक बार फिर चिड़ियों को खदेड़ दिया. അവിടെ ഉണ്ടായിരുന്നൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലും കൂടെ തുണി വെച്ചു. എന്നിട്ട് വീണ്ടും ഇതിനെ ഇവിടുന്ന് ഖദേഡിയ, തള്ളി മാറ്റാൻ തുടങ്ങി, പുറത്താക്കാൻ ശ്രമിച്ചു. ദോനവും പിछले आंगन की दीवार पर जा बैठी. അകത്തുനിന്ന് പുറകുവശത്തെ മുറ്റത്തിൻ്റെ മതിലിൽ പോയിരുന്നു. इतने में रात पड़ गई. हम खाना खाकर ऊपर जाकर सो गया. बाने से पहले मेरे आंगन में जाने से पहले मैंने आंगन में झांक कर देखा. चिड़ियाँ वहाँ पर नहीं थी. मैंने समझ लिया कि उन्हें अक्ल आ गई होगी. अपनी हार मानकर किसी दूसरी जगह चली गई होगी. ഞാൻ പോണതിന് മുമ്പൊന്ന് മുറ്റത്തേക്ക് നോക്കി, അവിടെ ആ ചിടിയ ഇരിപ്പുണ്ടെന്നപ്പോൾ കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അവർ തോൽവി സമ്മതിച്ച്, ഹാർമാന തോൽവി സമ്മതിക്കുക. അക്കലാകി, അവർക്ക് ബുദ്ധി വന്നു, അവർ തോൽവി സമ്മതിച്ച് ദൂസരി ജഗ ചലിയുകയും വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകും. दूसरे दिन
ഇത്തുവാർ ധ, ഇത്തുവാർ രവിവാർ എന്ന് പറയുന്ന മറ്റൊരു വാക്കാണ് സൺഡേ. ഇത്തുവാർ, ഇത്തുവാർ രവിവാർ രണ്ടും ഒന്ന് തന്നെയാണ്. जब हम लोग नीचे उतर कर आए तो वे बिर से मौजूद थी और मजे से बैठी मल्हार गा रही थी. मल्हार ഒരു പാട്ടിൻ്റെ പേരാണ്. पिताजी ने फिर लाठी उठा ली. उस दिन उन्हें गोरैया को बाहर निकालने में बहुत देर नहीं लगी. അപ്പം പുറത്താക്കാൻ ഒത്തിരി സമയമെടുത്തില്ല. देर लगे ना സമയമെടുക്കുക, देर नहीं लगी സമയമെടുത്തില്ല. अब तो रोज़ यही कुछ होने लगा. दिन में तो वे बाहर निकाल दी जाती, पर रात के वक्त समयമാണ്. रात के वक्त, रात के समय जब हम सो रहे होते तो न जाने किस रास्ते से वे अंदर घुस जाती. പക്ഷെ രാത്രി ഞങ്ങൾ കിടക്കാൻ പോകുമ്പോൾ ഏത് വഴിക്കാണെന്ന് അറിഞ്ഞൂടെ ഇവർ വീണ്ടും അകത്ത് കയറും. पिताजी परेशान हो उठे. अगर कोई कहाँ तक लाठी झूला सकता है. पिताजी बार बार कहे, मैं हार मानने वाला आदमी नहीं हूँ. ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറുള്ള മനുഷ്യനല്ല. पर आखिर वो भी തങ് ആ ഗയേ ഹെ. അവസാനം അദ്ദേഹവും ക്ഷീണിച്ചു. ആരാ? അച്ഛനും ക്ഷീണിച്ചു. എത്ര ദിവസം ഇങ്ങനെ ലാത്തിയും വീശിക്കൊണ്ടിരിക്കും? अगर जब उनकी सहनशीलता चुक गई तो वो कहने लगे कि वो गरैया का घोंसला नोच कर निकाल देंगे. അതിനെ തള്ളിയിടാം. അവിടെ കൂടിയിരിക്കുന്നുണ്ടാണല്ലോ പ്രശ്നം. ആ കൂടങ്ങ് തള്ളിക്കളയാം. और वो फौरन ही बाहर से एक स्टूल उठा लाए. घोंसला तोड़ना कठिन काम नहीं था. उन्हें पंखे के नीचे फर्श पर स्टूल रखा और लाठी लेकर स्टूल पर चढ़ गए. किसी को सचमुच बाहर निकालना है तो उसका घर तोड़ देना चाहिए. उन्होंने गुस्से से कहा. ഒരാളെ പുറത്താക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവരുടെ വീട് തകർക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ആക്രമണകാരികളൊക്കെ ഈ ആക്രമിച്ച് ജനങ്ങളുടെ വീടൊക്കെ തീയിട്ട് നശിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. घोंसले में से अनेक तिनके बाहर की ओर लटक रहे थे. തിൻക എന്ന് പറഞ്ഞാൽ വൈക്കോൽ, ഉണങ്ങിയ പുല്ലിൻ്റെ കഷ്ണം. അതിങ്ങനെ കുറേ എണ്ണം പുറകെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ലട്ടക്കിനൊന്ന് തൂങ്ങിക്കിടക്കുക. ഒരേനെ സജാവട്ട് കേലിയെ യാനി ഛാലർ ഠാങ് രഖി ഹോ. അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി അതിൻ്റെ ഈ ഫ്രോക്കിൻ്റെയൊക്കെ അടിയിൽ ഇങ്ങനെ ഉണ്ടാകുമല്ലോ, അതിനെന്താ പറയുക, പേരും മറന്നുപോയി. നമ്മൾ തോരണം തൂക്കുമല്ലോ വീട്ടിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ കുരുത്തോലയും മാവിൻ്റെ ഇലയൊക്കെ വെച്ചാണ് തോരണം തൂക്കിയിരുന്നത് ഉത്സവങ്ങൾക്കൊക്കെ. റോഡ് നീളെ ഇങ്ങനെ കുരുത്തോല വിരിച്ചിടുന്നതുണ്ടായിരുന്നു ഇവിടത്തേക്ക് ഉത്സവം വരുമ്പോൾ. ഇപ്പോൾ കുരുത്തോലയൊന്നും ഇല്ല, തെങ്ങില്ല. തെങ്ങുണ്ടെങ്കിലാണ് അതിൻ്റെ തളിരല്ല കുരുത്തു വരുന്ന ഓല, തളിർ ഓല. അതുകൊണ്ട് കുരുത്തോല എന്ന് പറയുന്നത്. അങ്ങ് മൂത്ത ഓല എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഇപ്പോൾ എന്താ ഉള്ളത്, LED ലൈറ്റുകളാണിങ്ങനെ പല കളറിൽ അല്ലേ, ഒരു കയറ് കെട്ടിട്ട് അതിലിങ്ങനെ തൂക്കിയിടും. ഇടയ്ക്ക് ഓരോ ട്യൂബ് ലൈറ്റും വയ്ക്കും. പണ്ട് ട്യൂബ് ലൈറ്റൊന്നും ഇല്ലായിരുന്നു, അന്ന് പന്തം കത്തിച്ച് വയ്ക്കുമായിരുന്നു ഇടയ്ക്ക്. ഒരു കമ്പിൻ്റെ അറ്റത്ത് തുണി ചുറ്റി എണ്ണ ഒഴിച്ച്. ഇപ്പോഴും ചില അമ്പലങ്ങളിലൊക്കെ ഇതുപോലെ ആന എഴുന്നള്ളിച്ച് പോകുമ്പോൾ ഫ്രണ്ടിൽ പന്തവും കൊണ്ടുപോകും. അത് ആ ചടങ്ങിനുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. കാരണം പന്തം മാറ്റാം, കാലം മാറിയില്ലേ, ഇലക്ട്രിക് ലൈറ്റ് വന്നല്ലോ. എന്നാലും നമ്മൾ ആ പണ്ടത്തെ രീതിയിൽ, പണ്ടെൻ്റെ അച്ഛൻ കിടന്ന ചാരുകസേരയാണ് ഞാനും വയസ്സാകുമ്പോൾ കിടക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ചാരുകസേര എടുത്ത് വയ്ക്കുമല്ലോ വയസ്സാകുമ്പോൾ കിടക്കാനായിട്ട്. അതുപോലെയുള്ളൂ. ഇങ്ങനെ കുറേ ആചാരങ്ങൾ പണ്ട് ഇങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ പറയുമല്ലോ, പണ്ട് നബി ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നമ്മളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നബിചര്യ എന്ന് പറഞ്ഞവരെയുള്ള പണ്ടത്തെ ആൾക്കാർ അമ്പലത്തിൽ ഇങ്ങനെ തീവെട്ടി എന്ന് പറയും അതിന്, ഈ പന്തത്തിന് പകരം തീവെട്ടി. ഇതിൻ്റെ അടിയിൽ, കമ്പിൻ്റെ അടിയിൽ ഇതിങ്ങനെ. അതുകൊണ്ട് ഈ തീവെട്ടിയും കത്തിച്ചുകൊണ്ട് കൊള്ളയടിക്കുന്നതിനാണ് തീവെട്ടിക്കൊള്ള എന്ന് പറയുന്നത്. ഇരുട്ടത്ത് പന്തം കൊളുത്തി വന്ന് ഇവരെല്ലാം കട്ടും പൊട്ടിച്ചുകൊണ്ട് പോകുമല്ലോ. കിസിക്കോ അത് കഴിഞ്ഞു. घोंसले में से अनेक तिनके बाहर की ओर लटक रहे थे. गोरियों ने सजावट के लिए, സജാവട്ട് അലങ്കാരം, ഡെക്കറേഷൻ, അലങ്കാരത്തിന് വേണ്ടിയിട്ട്
मानो झालर टांग रही हो। पिताजी ने लाठी का सिरा सूखी घास के तिनकी पर जमाया और दाई और को खींचा. खींचന വലിക്കുക എന്നാണ്. അപ്പോൾ അതിലിങ്ങനെ ചുരുട്ടി ഉടക്കിയിട്ട് വലത്തേക്ക് വലിച്ചു. तो तिनके घोंसले में से अलग हो गए और भरभराते हुए नीचे उतरने लगे. അപ്പം ആ തിൻക കൂട്ടിൽ നിന്ന് ഇളകി താഴേക്ക് വീഴാൻ തുടങ്ങി. ചലോ ദോ തിൻകെ തോ നിക്കൽ ഗേ മാ ഹസ്കർ ബോലി. അപ്പോൾ ബാക്കി 2000 ഭി നികൽ ജായെങ്കെ. ഇത് 2 പുൽകഷ്ണം താഴെ വീണു. ഇനി 2000 പുൽകഷ്ണം കൂടെ ഉടനെ നമുക്ക് താഴെ വീഴിക്കാമെന്ന് അമ്മ കളിയാക്കി പറഞ്ഞു. तभी मैंने बाहर आंगन की ओर देखा और मुझे दोनों गोरैया नजर आई. दोनों चुपचाप दीवार पर बैठी थी. इस बीच दोनों कुछ दुबला गई थी, कुछ काली पड़ गई थी. अब वे चहक भी नहीं रही थी. അപ്പോൾ അവർ ആ മതിലിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. പക്ഷെ അവർ ഒരുമാതിരി ദുഃഖിച്ചിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. അവരൊന്നും മിണ്ടാണ്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചഹക്കന എന്ന് പറഞ്ഞാൽ പക്ഷികൾ ചലിക്കുന്നതിനാണ് ചഹക്കന എന്ന് പറയുന്നത്. अब पिताजी लाठी का सिरा घास के तिनके के ऊपर रखकर वहीं रखे घुमाने लगे. इससे घोंसले के लंबे लंबे तिनके लाठी के सिरे के साथ लिपटने लगे. वे लिपटते गए और घोंसला लाठी के इर्द गिर्द खींचता चला आने लगा. फिर वो खींच कर लाठी के सिरे के इर्द गिर्द लपेटा जाने लगा. सूखी घास और रुई के फाहे और धागे और थिगलियाँ लाठी के सिरे पर लिपटने लगे. तभी सहसा जोर की आवाज़ आई. ചീച്ചി ചീച്ചി. ഇതെല്ലാം കുറച്ച് അവിടുന്ന് ഇളകാൻ തുടങ്ങി. പഞ്ഞിക്കഷ്ണങ്ങളും നാരുകളും സോഫ്റ്റായിട്ടുള്ള സാധനങ്ങളും ഒക്കെ. അപ്പോൾ അകത്തുനിന്ന് ശബ്ദം കേട്ടു. പിതാജിക്ക് ഹാത്ത് ചട്ടക് ഗए. ये क्या गोरियाँ लौट आई. मैंने छट से बाहर की ओर देखा नहीं. दोनों गोरियाँ देखा बाहर दीवार पर गुम बैठी थी. गुम बैठना നിശബ്ദമായിട്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പം ആ മതിലിൻ്റെ മുകളിൽ അവരുണ്ട്, മിണ്ടാതിരിക്കുകയാണ്. ചീച്ചി ചീച്ചി. फिर आवाज़ आई. मैंने ऊपर देखा. पंखे के गोले के ऊपर से नन्ही नन्ही गोरियाँ सिर निकाले नीचे की ओर देख रही थी और ചീച്ചി किए जा रही थी. അപ്പോൾ കുരുവി കുഞ്ഞുങ്ങൾ അവിടെ നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. पिताजी के हाथ में लाठी थे और उस पर लिपटा घोंसले का बहुत सा हिस्सा था. नन्ही नन्ही 2 गोरियाँ ആ കമ്പിൻ്റെ അറ്റത്ത് ഇതെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. वे अभी भी झांकी जा रही थी और चीं करके मानो अपना परिचय दे रही थी. हम आ गई है. हमारे माँ बाप कहाँ है. അവർ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മയും എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നത് പോലെ തോന്നി. मैं अवाक उनकी ओर देखता रहा. फिर मैंने देखा पिताजी स्टूल पर से नीचे उतर आए हैं और घोंसले के तिनके में से लाठी निकालकर उन्हें लाठी को एक और रख दिया है और चुपचाप कुर्सी पर जाकर बैठ गए हैं. इस बीच माँ कुर्सी पर से उठी और सभी दरवाजे खोल दिए. नन्ही चिड़िया अभी भी हाफ कर चिल्लाए जा रही थी और अपने माँ बाप को बुला रही थी. അമ്മ എഴുന്നേറ്റ് പെട്ടെന്ന് വാതിലും ജനലുമൊക്കെ തുറന്നിട്ടു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞ് തൻ്റെ അച്ഛനെയും അമ്മയും വിളിക്കുകയായിരുന്നു. उनके माँ बाप छट से उड़कर अंदर आ गए और चीं करते उनसे जा मिले और उनकी नन्ही नन्ही चीज़ों में
चुम्मा डालने लगे। माँ, पिताजी और मैं उनकी ओर देखते रह गए। कमरे में फिर से शोर होने लगा था, पर अब की बार पिताजी उनकी ओर देख कर കേവൽ മുസ്കുരാത്തെ രഹേ. ഇപ്പോൾ അച്ഛന് ദേഷ്യം വന്നില്ല, അവരുടെ നേർക്ക് നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇത്രയാണ് ഈ പാഠം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ്. ഒരു 4-5 പ്രാവശ്യം ഇതൊന്ന് കേൾക്കുക, അപ്പം ഐഡിയ നന്നായിട്ട് മനസ്സിൽ വരും. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാനായിട്ടിത് സഹായകമാകും.